Whenever we start a speech, we say brothers and sisters. But never is it more true than when I am here. Because my brother has made you his family and you are my family too. സാധാരണ നമ്മളൊരു സംസാരം തുടങ്ങുമ്പോൾ പ്രസംഗം തുടങ്ങുമ്പോൾ സഹോദരി സഹോദരന്മാരെ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്ന് സഹോദരി സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. കാരണം എൻ്റെ സഹോദരൻ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ കുടുംബമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുടുംബമാണ്. So it is election time again. Rahul has been your MP for 5 years. Are you happy with him? ഇത് ഇലക്ഷൻ സമയമാണ്. രാഹുൽ നിങ്ങളുടെ MP ആയിട്ട് 5 വർഷമാണ്. അദ്ദേഹം MP ആയതിൽ നിങ്ങൾ സന്തോഷമില്ലേ? You have a relationship with him. When you have problems, he comes to you. I know that there were floods here. I know at that time he came here. Other problems happen. Somebody has difficulty. He comes to your homes. He understands what the problems are and he tries his best to resolve them. And more importantly, he raises your issues everywhere. Where he is in Parliament, he has raised specifically your issue here of the railways and roads. He is also raised with the CM of Kerala and the CM of Karnataka. അത് മാത്രമല്ല, എനിക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഹുൽജി നിങ്ങളുടെ ഒപ്പം വരാറില്ലേ? ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അദ്ദേഹം വന്നു. വീടുകളിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ വരും, അവരുടെ വീടുകളിൽ പോകും. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തും. അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി മറ്റു മുഖ്യമന്ത്രിമാരോടൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും. You know, of all the funds that member of parliament get for their constituency in Kerala, the expenditure of the MP LAD fund has been one of the most here in Wayanad. MP-മാർക്ക് അവരുടെ പ്രാദേശിക ഏരിയയുടെ വികസനത്തിന് വേണ്ടി ഫണ്ട് ലഭിക്കും. കേരളത്തിൽ ആ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ അധികം ചെലവഴിച്ച ഒരു നിയോജക മണ്ഡലമാണ് വയനാട്. A number of houses have also been given to needy people, especially needy and widowed women. വയനാട്ടിൽ ഒരുപാട് വീടുകൾ രാഹുൽ ഗാന്ധി അദ്ദേഹം ഇവിടെ ഒരുപാട് വീടുകൾ ആളുകൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. With these funds he started 131 projects, drinking water projects for tribal colonies, dialysis machines, ambulances, school buses and libraries. ആദിവാസി കോളനികൾക്ക് കുടിവെള്ള പദ്ധതി, ഡയാലിസിസ് മെഷീനുകൾ, സ്കൂൾ ബസ്സുകൾ, ആംബുലൻസുകൾ തുടങ്ങിയ ഉൾപ്പെടെ ഏകദേശം 131 പദ്ധതികൾ വയനാട് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. When the night traffic ban issue was there, he came here, he stood side by side with you and he fought for your rights. അതുപോലെ ഇവിടെ രാത്രി യാത്രാ നിരോധനം വന്നപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ നിങ്ങളുടെ ഒപ്പം വന്ന് നിന്ന് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടിയില്ലേ? When the demarcation of the buffer zone was taking place, he forced the government to safeguard your livelihood. നിങ്ങളുടെ ഇവിടെ ബഫർ സോണിന്റെ അതിർത്തി നിർണ്ണയിക്കുന്ന സമയം വരുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗ്ഗം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പോരാടി നിന്നു. And the Nanjangud-Nilambar railway line issue he has raised with both the CMs of Kerala and Karnataka, and he's also raised it in parliament. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ പ്രശ്നം അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലും അതുപോലെ തന്നെ കേരളത്തിലെയും കർണാടകത്തിലെ മുഖ്യമന്ത്രിമാരോടും അദ്ദേഹം ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. You know, I work in UP. നിങ്ങൾക്കറിയാം, and many times I have been to the Prime Minister Mr. Narendra Modi's constituency. Can any of you tell me how many times he must have visited the home of anyone in a village in his constituency? Anybody can tell me? Make a guess. 5 times, 10 times. Not a single time. Not a single time. Ma'am, can I? നിങ്ങൾക്കറിയാമോ, ഉത്തർപ്രദേശിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ് നരേന്ദ്രമോദിയുടെ പാർലമെന്റ് നിയോജക മണ്ഡലം. ഇവിടെയുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് സംശയിച്ചെങ്കിലും ഒരു ഗസ് എങ്കിലും പറയാൻ പറ്റുമോ അദ്ദേഹം എത്ര പ്രാവശ്യം അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിൽ പോയിട്ടുണ്ടെന്ന്? ഇല്ല, ഒരു തവണ പോലും അദ്ദേഹം പോയിട്ടില്ല. People suffer from all these problems. Prices are rising, unemployment is rising, people have great difficulty in their daily life. Whenever anything happens in Varanasi, they do not see their MP's face. നിങ്ങൾക്കറിയാമോ, വാരണാസിയിലെ ജനങ്ങൾ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അവിടെ വിലക്കയറ്റം കൂടുതലാണ്, അതുപോലെ തൊഴിലില്ലായ്മയില്ല. ഇങ്ങനത്തെ ഏതെങ്കിലും
ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ അവരുടെ MP ആയ പ്രധാനമന്ത്രിയെ അവർക്കൊപ്പം ഈ ജനങ്ങൾക്കും കാണാൻ പറ്റില്ല, നമുക്കും കാണാൻ പറ്റില്ല. He only comes on huge big stages to give speeches and sometimes to inaugurate certain projects, but he never comes to their homes. He never asks them what their problems are. If somebody is crying or somebody is suffering, he never holds their hand, never shares with them what their issues are and how he can help to resolve them. അദ്ദേഹം പോകുന്നത് വലിയ വലിയ സ്റ്റേജുകളിൽ, വലിയ വലിയ റാലികളിൽ, വലിയ വലിയ പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ, ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം പോകും. പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ ചെന്ന് അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് ചോദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. So this relationship you have with my brother Rahul is a very important relationship, and it's a very deep relationship that is an example for the whole country. അതുകൊണ്ട് നിങ്ങൾക്ക്, വയനാട്ടിലെ ജനങ്ങൾക്ക് എൻ്റെ സഹോദരൻ രാഹുലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ്. ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് നിങ്ങൾക്ക്, വയനാട്ടിലെ ജനങ്ങൾക്ക് എൻ്റെ സഹോദരൻ രാഹുലുമായുള്ള ബന്ധം. It is in a relationship which embodies the ideology of the Congress party. നിങ്ങളും എൻ്റെ സഹോദരൻ ശ്രീ രാഹുലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയധാരയെ, പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബന്ധമാണ്. A relationship which says that no matter how powerful you are, no matter how big you are, in this country we are a democracy and the people are above you. എന്താണെന്നറിയുമോ എൻ്റെ സഹോദരൻ രാഹുൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്? ആ ബന്ധം പറയുന്നത് നിങ്ങൾ എത്ര ശക്തിയുള്ള ആളാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലുത് അവിടുത്തെ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ബന്ധമാണത്. It is a relationship in which your MP understands that he is your representative, that he represents your voice, that he must stand up for your rights, he must speak up for your issues, and he must do all he can day and night to work for you and to provide you with a better life, better opportunities, better jobs, better health services. ആ ബന്ധം എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഈ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ ശബ്ദമായിരിക്കണം. അദ്ദേഹം രാവും പകലും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കാൻ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുലും നിങ്ങളും തമ്മിലുള്ള ബന്ധം. It is a relationship based on an age-old tradition of ours, an age-old cultural value, the value of seva. എൻ്റെ സഹോദരനും നിങ്ങളുമായിട്ടുള്ള ബന്ധം പരമ്പരാഗതമായ ഈ രാജ്യത്ത് വളരെ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിന്റെ സേവനം എന്ന പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് രാഹുലും നിങ്ങളും തമ്മിലുള്ളത്. My sisters here understand that value. ആ മൂല്യം എന്ന് പറയുന്നത്, സേവനം എന്താണെന്നുള്ളത് ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് നന്നായി ആ മൂല്യം. It is the value with which all of you live your lives. You look after your family, you take care of the children, you take care of the elders, you make sacrifices for all the members of your family. ഇവിടെ നിൽക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് അത് നന്നായിട്ട് അറിയാം സേവനം എന്താണെന്നുള്ളത്. വീട്ടിലെ അംഗങ്ങളെ നോക്കുന്നതിന്, കുടുംബത്തെ നോക്കുന്നതിന്, കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്, പ്രായമായവരെ നോക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്ന ത്യാഗം എന്ന് പറയുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സഹോദരിമാരായ ഈ സ്ത്രീകൾ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. And it is a value every single Indian understands, because every single Indian in one form or other performs a seva in his daily life. സേവ അല്ലെങ്കിൽ സേവനം എന്ന് പറയുന്ന മൂല്യം ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യക്കാരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ ഇന്ത്യക്കാരും ഓരോ ദിവസവും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And when Mahatma Gandhi laid the foundation of Indian politics in independent India, it is this value that he laid as a foundation for all of us that were to follow, for all of us to know, for all of us to understand, and for all of us to live by. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും
സ്വാതന്ത്ര്യത്തിന്റെയും സ്വതന്ത്ര ഇന്ത്യയുടെയും അടിസ്ഥാനം നിർണയിച്ചപ്പോൾ ശ്രീ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന്റെ അടിത്തറയായി കണക്കാക്കിയത് നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനും പിന്തുടരാനും ഈ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യമായി കണക്കാക്കിയത് ഈ സേവാഭാവത്തെയാണ്, മറ്റുള്ളവരെ സേവിക്കാനുള്ള ഈ ഭാവത്തെയാണ്. This value is embedded deeply in my brother's heart. ഈ വാല്യൂ, ഈ മൂല്യം, മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ള മൂല്യം എൻ്റെ സഹോദരന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Do you know of any other politician in this country, any other leader in this country who has been vilified, abused, who has been lied about in the way that it has been done with my brother? എന്റെ സഹോദരനോട് ചെയ്ത പോലെ ഈ രാജ്യത്ത് ഇത്രയും അധികം അധിക്ഷേപിക്കപ്പെട്ട ഒരാളെ കുറിച്ച് എത്ര നുണ പറയാമോ അത്രയും നുണ പറഞ്ഞ, ഇത്രയും അധികം ആക്രമിക്കപ്പെട്ട മറ്റൊരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാട്ടാൻ പറ്റുമോ? Do you know any other person, any leader in this country against whom a campaign was carried out by the BJP with all its money and its media and all its force to try to malign him and to show the country all sorts of things about him that were not true? എന്റെ സഹോദരനെ കുറിച്ച് സത്യമല്ലാത്ത ആരോപണങ്ങൾ BJP അതിന്റെ പണവും മറ്റു പ്രചാരണ മാർഗങ്ങളും ഉപയോഗിച്ച് മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ഇത്തരം ഒരു ആരോപണം ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്രയും അസത്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മറ്റാരെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? And do you know anyone else who has reacted to the worst kind of abuse with grace and dignity and forgiveness and humility? നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ ഈ രാജ്യത്ത് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഇത്രയധികം അധിക്ഷേപം ഉണ്ടായിട്ടും ഇത്ര അധികം ആക്രമണം ഉണ്ടായിട്ടും അതിനെയെല്ലാം വിനയത്തോടുകൂടി നേരിട്ട അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി നേരിട്ട മറ്റൊരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? He has walked from Kanyakumari to Kashmir. I know how much his knee was hurting him. I know that many times in between he used to call me and say, the pain is too much. I don't know what to do. I don't know how I'm going to walk the next day. But your love, your energy gave him the strength to continue walking. And he walked for thousands of kilometers only to show the light to this country. Only to remind you, each one of you, my brothers and sisters, every single Indian, that we are one united nation. Hindu, Muslim, Christian, Sikh, Buddhist, Jain, we are all one. Whichever caste we belong to, whichever tribe we belong to, we are all Indian first, and we will not let anybody destroy our country. നിങ്ങൾക്കറിയാമോ, എൻ്റെ സഹോദരൻ കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ ആയിരക്കണക്കിന് കിലോമീറ്ററിൽ നടന്നു. അദ്ദേഹത്തിന് അതിഭയങ്കരമായ മുട്ടുവേദനയായിരുന്നു. ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ പല ദിവസം ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ മുട്ട് അതിഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, എനിക്കറിയില്ല ഞാൻ എങ്ങനെ നാളെ നടക്കും, മുൻപോട്ട് നടക്കും. പക്ഷേ അദ്ദേഹം അത് തുടർന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ പിന്തുണയാണ് ഈ മുട്ടുവേദനയ്ക്കുള്ളിലും അദ്ദേഹത്തെ ഈ രാജ്യത്ത് മുഴുവൻ നടത്തിയത്. ഈ രാജ്യത്ത് മുഴുവൻ നടന്ന അദ്ദേഹം ജനങ്ങളോട് പറയായിരുന്നു, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, മുസൽമാൻ ആവട്ടെ, ജെയിൻ ആവട്ടെ, ബുദ്ധിസ്റ്റ് ആവട്ടെ, ഏത് മതമാവട്ടെ, ഏത് ജാതി ആകട്ടെ, നമ്മൾ എല്ലാവരും ഒറ്റയ്ക്കാണ്, ഒരുമിച്ച് നിൽക്കും, ഒരേ ഇന്ത്യക്കാരാണ്, നമ്മളെ വിഭജിക്കാനാവില്ല എന്ന് അദ്ദേഹം ഈ രാജ്യത്തോട് പറയുകയായിരുന്നു. He drove from Guwahati to Mumbai, another 4,000 kilometers, only to listen to your problems. Whoever came up to him, he sat, he listened to them, he understood what is it that is the greatest problem, the biggest issues that you are facing. How do you manage your lives? How do you get up in the morning, work all day, earn, provide to your family? How do you educate your children? What difficulties lie before you? How do you find jobs? How do you manage to keep your family strong and together and to move on? അത് മാത്രമല്ല, അതിനുശേഷം വീണ്ടും 4000 കിലോമീറ്ററുകൾ അദ്ദേഹം ഗുവാഹട്ടി മുതൽ ഗുജറാത്ത് വരെ സഞ്ചരിച്ചു. എന്തിനാണ് അദ്ദേഹം ആ യാത്ര നടത്തിയെന്നറിയോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ, നിങ്ങൾ എങ്ങനെ തൊഴിൽ ചെയ്യുന്നു എന്നറിയാൻ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നറിയാൻ, ഓരോ ദിവസവും എഴുന്നേറ്റ് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് എന്ന് കേൾക്കാനാണ് അദ്ദേഹം വീണ്ടും 4000 കിലോമീറ്ററുകൾ ഈ രാജ്യത്ത് സഞ്ചരിച്ചത്. He fights for you every day. ഓരോ ദിവസവും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. He speaks up against those who are powerful.
He speaks up against their lies. He places the truth in front of them fearlessly, and he does all of this for you. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അധികാരത്തിലിരുന്ന ശക്തികൾക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നു. ധൈര്യത്തോടുകൂടി അവരുടെ നുണകൾക്കെതിരെ സംസാരിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടുകൂടി ഈ ശക്തികൾക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നു. He does it because he deeply believes in the power and the strength and the love of the Indian people. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് അറിയാമോ? കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ ശക്തിയിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹത്തിൽ, ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മയിൽ അദ്ദേഹം ആഴമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ, ശക്തികൾക്കെതിരെ അദ്ദേഹം ധൈര്യപൂർവ്വം സംസാരിക്കുന്നത്. He fights against the BJP because he knows that their ideology is designed to destroy the unity amongst us. അദ്ദേഹം എന്തുകൊണ്ടാണ് ബിജെപിക്കെതിരെ പോരാടുന്നത് നിങ്ങൾക്കറിയാമോ? ഈ രാജ്യത്തെ ജനങ്ങളുടെ, ഇന്ത്യക്കാരുടെ ഇടയിൽ ഐക്യം തകർക്കാനുള്ളതാണ് ബിജെപിയുടെ പ്രത്യയശാസ്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ബിജെപിയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെ പോരാടുന്നത്. In his journey, he understood that the greatest problems facing the nation today are unemployment and price rise. അദ്ദേഹത്തിന്റെ യാത്രയിൽ, രാജ്യം മുഴുവനുള്ള യാത്രയിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് എന്നുള്ളത്. He realized the deep truth that while the nation's media and the entire ruling party and all its leaders spend all their time telling you how much progress is being made, how we are moving economically and becoming stronger and stronger, actually the common man, the everyday struggles of the common man have only increased and worsened in 10 years. അതുമാത്രമല്ല, ഈ യാത്രയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി ഈ രാജ്യത്തെ മാധ്യമങ്ങളും മറ്റു പ്രചരണ പ്രവർത്തികളും എത്രമാത്രമാണ് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. അവരുടെ ജീവിത ദുരിതങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിൽ കൂടിയിട്ടേ ഉള്ളൂ എന്ന് ഈ യാത്രയിലൂടെ അദ്ദേഹം മനസ്സിലാക്കി. Unemployment is highest in Kerala. 1 out of 3 young men and women are unemployed in Kerala. Yet you are the most educated state, and this is the condition. നിങ്ങൾക്കറിയാമോ, കേരളം ഏറ്റവും വിദ്യാസമ്പന്നമായ സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും അധികം കൂടുതലാണ്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ യുവജനങ്ങൾ 3 പേരെടുത്താൽ അതിൽ ഒരാൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. My brother has understood deeply that what is being done with the nation of India and with the people of India is that you are being distracted. Religion, caste, all sorts of emotional issues are being used to manipulate you at the time of elections. Okay. Yes. എന്റെ സഹോദരന് മനസ്സിലായി ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ രാജ്യത്തെ ജനങ്ങളുടെ, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നിങ്ങളെ വൈകാരികമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ചൂഷണം ചെയ്യുന്നതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ സഹോദരന് കൃത്യമായി മനസ്സിലായി. He understands that in the last 10 years, Indian politics has moved from a politics where the politician was answerable to you, where you questioned him, where you demanded your rights, and it was his responsibility and duty to provide and perform. And if he did not perform, he would be put out of office. It has moved from that politics to a politics of lies, to a politics where your emotions are used and manipulated, and people stay in power by convincing you, by making you afraid, by telling you that your religion is in danger or that your livelihood somehow is in danger. But they do not tell you what they are doing for your development. They do not tell you how they are going to make you progress. They do not tell you how they will provide you with jobs. They do not tell you how they will reduce price rise. They do not tell you how many institutions they built, how many universities, new universities they have opened, how many schools they have built, how many hospitals they have created. They will not tell you because they have not done it.
നിങ്ങൾക്കറിയാമോ എന്റെ സഹോദരൻ ഇത് മനസ്സിലായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയക്കാർക്ക് നിങ്ങളുടെ മുൻപിൽ വന്നെന്ന് കൃത്യമായി പറയണമായിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്. ജനങ്ങൾ അവരോട് ചോദിക്കും, എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു. അതിന് കൃത്യമായി ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു ഉത്തരവാദിത്തം രാഷ്ട്രീയക്കാർക്കുണ്ടായിരുന്നു. ഇന്ന് 10 വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ന് ജനങ്ങളെ പേടിപ്പിച്ച്, ജാതി പറഞ്ഞ്, മതം പറഞ്ഞ്, അവരെ വൈകാരികമായി ചൂഷണം ചെയ്ത്, നിങ്ങളുടെ മതം അപകടത്തിലാണെന്ന് പറഞ്ഞാണ് ഇന്ന് അവർ അധികാരത്തിൽ നിൽക്കുന്നത്. ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരെ എന്ത് ചെയ്തു, ഇവിടെ രാജ്യത്ത് ആശുപത്രികൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്തു, ഇവിടെ സർവകലാശാലകൾ സ്ഥാപിക്കാൻ എന്ത് ചെയ്തു, വിലക്കയറ്റത്തിനെതിരെ എന്ത് ചെയ്തു. ഇതൊന്നും പറയാതെ ജനങ്ങളെ പഠിപ്പിച്ച്, ജനങ്ങളെ പേടിപ്പിച്ച് അധികാരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം 10 വർഷം കൊണ്ട് മാറി എന്നെന്റെ സഹോദരൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. They have not focused on these things. In the 10 years that they have been in government, all they have done is weaken democracy, weaken democratic institutions, change syllabus, talked about all sorts of things that have made you, your emotions, used your emotions, exploited your emotions, but they have not focused on development. They have not focused on roads, hospitals, jobs, price rise. They have not focused on the things that actually matter in your lives. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ട ഒന്നിനെക്കുറിച്ചും, റോഡുകളെ കുറിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച്, ആശുപത്രികളെ കുറിച്ച്, അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടുമില്ല, അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ് നിങ്ങളെ വൈകാരികമായി സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഈ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. So we are 10 years down this road now. We are standing at a crossroad. There is another election before us. What do you feel is your duty towards your country? What is your role, your responsibility as citizens of India, and especially as citizens of Wayanad? Where do you stand in the politics of today? അത് മാത്രമല്ല, ഈ 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരു വഴി തിരിയുന്ന ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് കരുതുന്നത്? ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ ചുമതല എന്താണ്? ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? ഈ രാജ്യത്തിലെ വയനാട്ടിലെ ജനങ്ങൾ എന്ന രീതിയിൽ മാത്രമല്ല, ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? വയനാട്ടിലെ പൊളിറ്റിക്സിനോട്, രാഷ്ട്രീയത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You are standing here today, ruled for 10 years at the center by Narendra Modi ji's government, which has taken all the country's major resources and handed it to 1 or 2 businessmen who are his friends. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 10 വർഷങ്ങൾ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലാണ്. അദ്ദേഹം ചെയ്തത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ അതിസമ്പന്നരായ 2-3 വ്യവസായി സുഹൃത്തുക്കൾക്ക് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. You have watched silently as elected governments in states have been toppled by using money to buy elected representatives completely undemocratically, and the whole nation's media has congratulated the BJP for doing so, has congratulated the Prime Minister, and we have all watched silently. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ കോടിക്കണക്കിന് രൂപ കോഴയായിട്ട് ജനപ്രതിനിധികൾക്ക് നൽകി പല ഗവൺമെന്റുകളെയും താഴെയിട്ടപ്പോൾ, BJP താഴെയിട്ടപ്പോൾ നമ്മളൊക്കെ നിശബ്ദരായി നോക്കിയിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, രാജ്യത്തെ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ചെയ്യുന്ന BJP അവർ അനുമോദിക്കുക കൂടി ചെയ്യുകയായിരുന്നു. നമ്മൾ നിശബ്ദരായി നോക്കിയിരിക്കുകയും. The country's farmers have cried, they have protested for months, and the Prime Minister has not even looked at them. They have begged him for help, begged him to change his laws, but he did not respond. Instead, 16 lakh crores of loans were waived for a few businessmen friends of his. ഈ രാജ്യത്തെ കർഷകർ അവർ നിരത്തുകളിൽ ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രിക്ക് മുൻപിൽ യാചിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, അവരവരുടെ ആവശ്യങ്ങൾ നിരത്തിയപ്പോൾ പ്രധാനമന്ത്രി അവരെ ശ്രദ്ധിച്ചില്ല, അവരെ കേട്ടില്ല. അതിനു പകരം അദ്ദേഹത്തിന്റെ വ്യവസായി സുഹൃത്തുക്കൾക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ കടമാണ് അദ്ദേഹം എഴുതി തള്ളിയത്. There was violence in Manipur. Women were paraded naked in front of the whole country. The whole country watched. In Hathras and Unnao, women were raped and burnt. The whole country was watching. The Prime Minister must have seen all of it. Later on, our Olympic medalists said that they were being molested. The Prime Minister watched as they sat on the streets begging him for justice, but there was no justice.
നിങ്ങൾക്കറിയാം, മണിപ്പൂരിലെ സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ, നഗ്നരായി രാജ്യം മുഴുവൻ കാണുന്ന വിധത്തിൽ അവർ പരേഡ് ചെയ്യപ്പെട്ടപ്പോൾ, ഹത്രസിലും ഉന്നാവൂരിലും പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത് കൊന്നു കെട്ടി തൂക്കിയപ്പോൾ, അവരെ കൊന്നപ്പോൾ, അവരെ തീ കത്തിച്ചപ്പോൾ, അതുപോലെ നമ്മുടെ ഗുസ്തി താരങ്ങൾ അതിക്രമിക്കപ്പെട്ട് ലൈംഗിക അതിക്രമം നേരിട്ട് നിരത്തുകളിൽ പ്രതിഷേധിച്ചപ്പോൾ, അവിടെ ഒന്നും പ്രധാനമന്ത്രി, ഈ രാജ്യം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇതൊന്നും കണ്ടതായി പോയി നടിച്ചില്ല. Instead, he turned his back on them and he protected the people, he protected the molesters, he protected the rapists. അതല്ല, ഇവരോടൊപ്പം നിൽക്കുന്നതിന് പകരം, ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം നിൽക്കുന്നതിന് പകരം അദ്ദേഹം അവരെ ആക്രമിച്ചവരെ, അവരെ പീഡിപ്പിച്ചവരെ സംരക്ഷിക്കുകയായിരുന്നു, അവരോടൊപ്പം നിൽക്കുകയായിരുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തത്. So we watch every day as new laws are made for the purpose of benefiting the Prime Minister's friends. We see electoral bonds in which whoever gave money to political parties, the Prime Minister and his government made a rule that their names will be secret. When the Supreme Court ordered that that list should be made public, the truth about him, the corruption of his government, the institutionalized loot and coercion of his government came before our eyes. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അനുദിനം പുതിയ പദ്ധതികളും നിയമങ്ങളായിട്ടും വരികയാണ്. നിങ്ങൾക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് പദ്ധതി, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ പരസ്യമാകാതെ വെക്കാനുള്ള പദ്ധതിയാണ്. സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസ് വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി ഈ പദ്ധതിയുടെ പേരിൽ എത്രമാത്രം അഴിമതിയും പക്ഷപാതവും കൊള്ളയടിയുമാണ് ഈ രാജ്യത്ത് നടന്നതെന്ന്. So in the last 10 years, we have seen one man tell the whole nation how powerful he is. All his leaders, all his ministers, all his members of parliament echoing his voice, telling us that other countries' prime ministers and presidents rely on him because he is one of the most powerful men in the world. And yet, this most powerful leader in the world is unable to do anything to better the lives of the common man in his own country. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 10 വർഷങ്ങളായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത്, ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രിയാണ് ഞാൻ, ഈ രാജ്യത്തെ ഏറ്റവും ശക്തനായ മനുഷ്യനാണ് ഞാൻ. അതുപോലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ബിജെപിയുടെ ആളുകളും പറയും, മറ്റു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരെക്കാളും ലോക തലവന്മാരെക്കാളും ഏറ്റവും ശക്തനായ ഈ പ്രധാനമന്ത്രിയാണ് അവരും ആശ്രയിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഇത്രയും ശക്തി ഉണ്ടെന്ന് പറയുന്ന ഈ പ്രധാനമന്ത്രിക്ക് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കാര്യം പോലും ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. They have done everything wrong, everything undemocratic, everything immoral right before the eyes of this nation. They have been encouraged, they have been helped, and they have been propagated by the media of this country, which is owned by their friends, and we have all watched silently. നിങ്ങൾക്കറിയാം, അവർ ചെയ്തിട്ടുള്ളത് ഒരു കാര്യവും ശരിയല്ല. ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തുകയാണ്. ഈ രാജ്യത്തിന്റെ മുൻപിൽ നിന്ന് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും കണ്ടിട്ടുണ്ട്. നമ്മുടെ കൺമുൻപിൽ നിന്നാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തത്. Those journalists, activists and political leaders who have raised their voices against them, who have exposed their truth, who have fought for what is right, have been oppressed, harassed, jailed. Cases have been put against them. They have been raided. Chief ministers have been put in jail. Political parties' accounts have been shut down. ഇവരെ എതിർക്കുന്ന ഈ ഗവൺമെന്റിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ജേർണലിസ്റ്റുകളെ, മാധ്യമ പ്രവർത്തകരെ, ആക്ടിവിസ്റ്റുകളെ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ അവർ വേട്ടയാടുകയാണ്, ആക്രമിക്കുകയാണ്, ജയിലിലിടുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ അവർ മരവിപ്പിക്കുകയാണ്. So my brothers and sisters, where do we stand, you and I, in this fight? എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ യുദ്ധത്തിൽ നിങ്ങളും ഞാനും എവിടെയാണ് നിൽക്കുന്നത്? You, the people of Wayanad, whose elected representative is the one who raises his voice fearlessly against these people, who fights for what is right every single day of his life. He fights whether he's thrown out of parliament, he fights whether he's thrown out of his house, he fights whether he is abused,
He fights whether they attack him. He continues to fight for you, for what is democratic, for equality, for unity, and for the foundations on which this country was built. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ യുദ്ധത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ഈ ശക്തികൾക്കെതിരെ ഏറ്റവും അധികം ധൈര്യത്തോടുകൂടി ഈ രാജ്യത്ത് പോരാടുന്ന വ്യക്തിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് വേണ്ടി, ഈ രാജ്യം മഹത്തരമായി കാണുന്ന എല്ലാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത നിങ്ങളുടെ ജനപ്രതിനിധി. You can see that even the Chief Minister of Kerala only attacks Rahul Gandhi. He doesn't attack the BJP. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയധികം ആ ശക്തികൾക്കെതിരെ പ്രതിരോധിക്കുന്ന രാഹുൽ ഗാന്ധിയെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അദ്ദേഹം BJP ഒരിക്കലും ആക്രമിക്കുന്നില്ല എന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. Because when a man fights for what is right, then all the forces of wrong gather together against him. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യൻ ശരിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ശരിയായിട്ടുള്ളതിന് വേണ്ടി പോരാടുമ്പോൾ തിന്മയുടെ എല്ലാ ശക്തികളും ഒരുമിച്ച് ചേർന്ന് കൂട്ടുചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കാനായിരിക്കും ശ്രമിക്കുക എന്നത് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. And I will tell you how I see it. I will tell you where I think you stand. I think each one of you who is here today stands for what is right. ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ എങ്ങനെ കാണുന്നു എന്ന് പറയാം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് എന്താണ് ശരി അതിനു വേണ്ടിയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. I think each and every one of you represent Rahul just the way that Rahul represents you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും രാഹുൽ ഗാന്ധിയുടെ പ്രതിനിധിയാണ്. എങ്ങനെ രാഹുൽ നിങ്ങളെ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നു? I believe that you are Rahul Gandhi. I believe you are Rahul Gandhi. I believe you are Rahul Gandhi, and you are Rahul Gandhi, and you are Rahul Gandhi, and you are Rahul Gandhi, because you stand for the truth. And you stand for everything good that has made this country. You stand for everything that our forefathers fought for when they fought the British. You stand for freedom. You stand for equality. You stand for unity. You stand for progress. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ്, നിങ്ങൾ രാഹുൽ ഗാന്ധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ ശരിയായത് എന്തിനു വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ നിൽക്കുന്നു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്തിനു പോരാടി, ആ ശരിയായ മൂല്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുന്നതിനാൽ നിങ്ങൾ ഓരോരുത്തരും രാഹുൽ ഗാന്ധിയാണെന്ന് ഞാൻ കരുതുന്നു. And 10 years into the rule of the BJP and Prime Minister Narendra Modi's government, I am saying this to you with all my heart and with all the truth that I can muster. We are now at a place in our country's life where if each one of you does not think beyond yourself, beyond your family, beyond your village, beyond your town, beyond your state, and does not think of this nation as your nation which you have to protect and you have to defend, then we will not be able to save democracy in India. ഞാൻ നിങ്ങളോട് നരേന്ദ്രമോദി 10 വർഷം ഭരിച്ച ശേഷം എൻ്റെ മുഴുവൻ ഹൃദയത്തോടുകൂടി, എൻ്റെ ഹൃദയത്തിലുള്ള മുഴുവൻ സത്യത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കുപരിയായി, നിങ്ങളുടെ കുടുംബത്തിനുപരിയായി, നിങ്ങളുടെ ഗ്രാമത്തിനുപരിയായി, നിങ്ങളുടെ മണ്ഡലത്തിനുപരിയായി, നിങ്ങളുടെ സംസ്ഥാനത്തിനുപരിയായി നമ്മൾക്ക് ജീവൻ നൽകിയ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ഈ സന്ദർഭത്തിൽ ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, the time has come to stand up for India. നമുക്ക് നമ്മുടെ രാജ്യത്തെ ചിന്തിച്ചില്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയില്ല. Every time I see her, she makes me smile. Thank you. ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള സമയമാണ്, ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള സമയമാണ്. The time has come to put your nation first. നമ്മുടെ രാജ്യം എല്ലാറ്റിനും ഉപരിയായി ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ട സമയം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. This vote that you are going to cast on the 26th is a vote for India. It is a vote to strengthen democracy. It is a vote to bring about change
because what we have seen in the last 10 years has been wrong. It has not been good for our country. It has been destructive for our country. നിങ്ങൾക്കറിയാം, ഇന്ന് നിങ്ങൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള വോട്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാജ്യത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ളത് തെറ്റുകളാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള വോട്ടാണ്. Your vote will bring politics in this country back on track again. Your vote will make politicians answerable to you. There will be no one who thinks he is above you. There will be no one who can wield his power without question. People will not be silenced. People will not be imprisoned for raising their voice and asking for their rights. We will bring back the democratic nation that India was. We will bring back equality. We will bring back your needs, your requirements, your issues to the foreground, so that every politician you elect spends all his time working to make your life better, to make your future stronger. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള തെരഞ്ഞെടുപ്പാണിത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ, നിങ്ങളെ പേടിപ്പെടുത്താതെ ജീവിക്കാൻ, എന്ത് ചെയ്താലും ജനങ്ങളുടെ മുൻപിൽ ഉത്തരം പറയേണ്ട എന്ന ചിന്ത മാറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ, ഈ രാജ്യത്തെ തുല്യതയെ, ഈ രാജ്യത്തെ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ, ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ദേശത്തെയും രാഷ്ട്രീയത്തെയും ശരിയായ ദിശയിലേക്ക് തിരിഞ്ഞു കൊണ്ടുവരാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. And I know that you will choose wisely and you will choose well. എനിക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബുദ്ധിപരമായി നന്നായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും എന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. You will show this whole country what a true bond between a leader and a people can be. നിങ്ങൾ ഈ ലോകത്തിന്, ഈ രാജ്യത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കും ഒരു നേതാവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റവും സത്യസന്ധമായ ഒരു ബന്ധം എങ്ങനെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ. And I know my brother, I know how much he loves you. I know how much he loves to be here, to be amidst you. He always tells me, I love going to Wayanad. He loves to come here. You have given him so much love, so much affection, so much respect. My family and I are grateful for everything that you have given him, and he will keep repaying this gratitude to you for the rest of his life. എനിക്കറിയാം, എൻ്റെ സഹോദരനെ എനിക്കറിയാം, അദ്ദേഹത്തിന് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, എനിക്ക് വയനാട്ടിൽ പോകുന്നത് വലിയ ഇഷ്ടമാണ്. ഇവിടെ വരുന്ന ഓരോ സമയവും അദ്ദേഹത്തിന് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന്, അദ്ദേഹത്തിന് നിങ്ങൾ നൽകുന്ന ബഹുമാനത്തിന് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളോട് എല്ലായ്പ്പോഴും കടപ്പെട്ടവനാണ്. അതുമാത്രമല്ല, നിങ്ങൾ നൽകുന്ന സ്നേഹം 10 മടങ്ങായി അദ്ദേഹം നിങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. Thank you for coming here today and listening to me so carefully. I hope that you will remember my words, especially when you go to vote on the polling day. The Congress party has some guarantees which we have put before the nation. I am getting late today and there's a time because it's the last day of campaign. So I will go ahead, but my colleagues here will tell you what these guarantees are. Please listen to them very carefully. We have fulfilled our guarantees in the states where we have formed our governments, and these will be very beneficial for you, for your lives to become easier and for your children to progress. Thank you very much. Jai Hind. നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചത് കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും ഇത് ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസ് പാർട്ടി ധാരാളം ഗ്യാരണ്ടികൾ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് താമസിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സമയമില്ല. എൻ്റെ സഹപ്രവർത്തകർ അതേക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ അത് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.